പ്രൈസ് ദി ലോർഡ്. ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിൻ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, യേശുവിന് അസാധ്യമായി യാതൊന്നുമില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനും അസാധ്യമായി യാതൊന്നുമില്ല. ഏത് പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിലാണെങ്കിലും യേശുക്രിസ്തുവിലാണോ വിശ്വസിക്കുന്നത്, ഒരു അത്ഭുതം കാണും. ആ പ്രതികൂല സാഹചര്യത്തിൻ്റെ മുമ്പിൽ ഒരു വഴി തുറക്കും. ഇപ്പോൾ തീർത്ത് കളയും, ഇപ്പോൾ മുക്കിക്കളയും എന്ന് പറഞ്ഞിരിക്കുന്ന വിഷയത്തിന്മേൽ ആ വിഷയം ഒന്നും ചെയ്യത്തില്ല. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചോളം ആ വിഷയത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കും. അത് താങ്കളെ ഒന്നും ചെയ്യത്തില്ല. ആമേൻ. നമുക്ക് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 37-ാം വാക്യം അവിടെ ഇപ്രകാരം പറയുന്നു: അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി, പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. 38-ാം വാക്യം, യേശുവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്നു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? 39-ാം വാക്യം, യേശു എന്താണ് ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. യേശു എഴുന്നേറ്റു. യേശു ആ വിഷയത്തിന്മേൽ എഴുന്നേറ്റു. ഇന്ന് ചില പ്രശ്നങ്ങളുടെ മുമ്പിലാണോ നിൽക്കുന്നത്, ചില പ്രതികൂലങ്ങളുടെ മുമ്പിലാണോ നിൽക്കുന്നത്, ഒരു വഴിയുമില്ലേ. വിഷയത്തിന്മേൽ യേശു എഴുന്നേൽക്കാൻ തയ്യാറാണ്. നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരുവാൻ, സ്വസ്ഥത തരുവാൻ, സമാധാനം തരുവാൻ യേശു ആഗ്രഹിക്കുന്നു. ലോകത്തുള്ള പല സാഹചര്യങ്ങളും സമാധാനം കെടുത്തിക്കളയുമ്പോൾ, സ്വസ്ഥത കെടുത്തിക്കളയുമ്പോൾ, ഭയം കൊണ്ടിടുമ്പോൾ യേശു തരുന്നത് സമാധാനമാണ്, സ്വസ്ഥതയാണ്. ഭയമല്ല യേശു തരുന്നത്, സമാധാനമാണ് യേശു നൽകുന്നത്. ഹല്ലേലൂയ. ഇന്ന് ചില വിഷയത്തിന്മേൽ, ചില കടഭാരത്തിന്മേൽ, ജപ്തിയുടെ മുമ്പിൽ നിൽക്കുന്നവർ, അങ്ങനെയുള്ള ഏതെങ്കിലും ഭാരത്തിന്മേൽ ആ വിഷയത്തിന്മേലാണോ നിൽക്കുന്നത്, വിശ്വസിക്കുക, നിങ്ങൾക്ക് കൊടുത്തു തീർക്കുവാനുള്ള പണം ദൈവം നിങ്ങളുടെ കരങ്ങളിൽ തരും. അതുമാത്രമല്ല, മിച്ചത്തിൻ്റെ അവസ്ഥയും യേശു നൽകിത്തരും. യേശു വിഷയത്തിന്മേൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷനുണ്ട്. ആമേൻ. യേശു എഴുന്നേറ്റ് പറഞ്ഞത് കാറ്റിനെ ശാസിച്ചു. ഒന്നാമത് കാറ്റിനെ ശാസിച്ചു. കടലിനോട് എന്താണ് യേശു പറഞ്ഞത്? കടലിനോട് പറഞ്ഞ് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. അനങ്ങാതിരിക്കുക. കടലിൻ്റെ സ്വഭാവം അനങ്ങാതിരിക്കത്തില്ല, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കും. ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന കടലിനോട് യേശു പറയുന്നു, അനങ്ങരുത്. ഇന്ന് ചില വിഷയത്തിന്മേൽ വിഷയം ഇങ്ങനെ ഒഴുക്കിക്കളയാണോ, വിഷയം ഇങ്ങനെ മുക്കിക്കൊണ്ടുപോവുകയാണോ, തകർത്ത് കളയാണോ, ഇനി എഴുന്നേൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വിഷയം മുക്കിക്കളയുവാൻ ശ്രമിക്കുകയാണോ, വിശ്വസിക്കുക, യേശുവിനെ വിളിക്കുക. ആ വിഷയത്തിന്മേൽ യേശു എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു പരിഹാരമുണ്ട്. യേശുവിന് അസാധ്യമായി ഒന്നുമില്ല. അനങ്ങിക്കൊണ്ടിരിക്കുന്ന കടലിനോട് യേശു പറയുന്നു, അനങ്ങിപ്പോകരുത്. ഇന്ന് ചില വിഷയത്തോട് കൽപ്പിക്കാൻ തയ്യാറാണോ? അനങ്ങിപ്പോകരുത്. ആ പ്രതികൂലത്തോട് പറ, അനങ്ങിപ്പോകരുത്. ആ ബുദ്ധിമുട്ടിനോട് പറ, അവിടെ നിൽക്കുക, ഇനിയും എൻ്റെ ഭവനത്തിലേക്ക് കയറരുത്. ആ കഷ്ടതയോട് പറയുക, ഇനിയും എൻ്റെ ജീവിതത്തിലേക്ക് കയറരുത്. ആ രോഗത്തോട് പറയുക, പുറത്തു പോകുക. എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകുക, കൽപ്പിക്കുക. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന കടലിൻ്റെ ചലനത്തെ യേശു നിർത്തി അടക്കി അവിടെ വെച്ചു. ഹല്ലേലൂയ. കാറ്റിനെ ശാസിച്ചു. വചനം പറയുന്നു, വളരെ ശാന്തതയുണ്ടായി. മറിച്ച് കളയാൻ ശ്രമിക്കുന്ന വിഷയത്തിന്മേൽ, മുക്കിക്കൊല്ലാൻ ശ്രമിക്കുന്ന വിഷയത്തിന്മേൽ യേശുവിൻ നാമത്തിൽ പരിഹാരമുണ്ട്. ആ കടലിൻ്റെ ആ ആഴിയിൽ അവിടെ മുക്കിക്കളയല്ല ദൈവത്തിൻ്റെ പദ്ധതി. അക്കരെ എത്തിക്കും, വാഗ്ദത്തത്തിലേക്ക് എത്തിക്കും. ഇടയ്ക്ക് വെച്ച് തകർത്ത് കളയത്തില്ല, വാഗ്ദത്തത്തിലേക്ക് എത്തിക്കും. പ്രതികൂല സാഹചര്യം കൊണ്ട് പറയുക, എൻ്റെ വാഗ്ദത്തം എൻ്റെ മുമ്പിലുണ്ട്, ഞാൻ എത്തും. ഇപ്പോൾ നേരിടുന്ന വിഷയങ്ങൾ അത് സ്ഥിരമല്ല, അത് താൽക്കാലികമാണ്. എന്നാൽ സ്ഥിരമായൊരു വിടുതലുണ്ട്, നന്മയുണ്ട്. കൽപ്പിക്കുക, വിശ്വസിക്കുക. അവിടെ പറയുന്നു 40-ാം വാക്യം, 39-ാം വാക്യം അവസാനം പറയുന്നു, കാറ്റമർന്നു, വലിയ ശാന്തതയുണ്ടായി. 40-ാം വാക്യം പറയുന്നു, പിന്നെ അവൻ അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. എന്നെ ശ്രദ്ധിക്കാൻ ദൈവജനമേ, ഞാൻ നിങ്ങളോട് പറയാണ്, വിശ്വസിച്ചുകൊണ്ട് കൽപ്പിക്കുക, വിശ്വസിച്ചുകൊണ്ട് പറയുക, ഇതിൻ്റെ അകത്ത് ഒരു പരിഹാരം ഉണ്ടാകട്ടെ എന്ന്
വിശ്വസിച്ചുകൊണ്ട് പറയുക. 41 വാക്യം, അവർ വളരെ ഭയപ്പെട്ടു, കാറ്റും കടലും കൂടെ ഇവനെ അനുസരിക്കുന്നുവല്ലോ, ഇവൻ ആര് എന്ന് തമ്മിൽ പറഞ്ഞു. ഇവൻ ആരെന്ന് തമ്മിൽ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ പറയാണ്, ഇവൻ ആര്? ഞാൻ പറയട്ടെ, ഇവൻ യേശുവാണ്. ഈ വ്യക്തി യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന് അസാധ്യമായി യാതൊന്നുമില്ല. ഇപ്പോൾ നേരിടുന്ന വിഷയത്തിന്മേൽ ഏത് പ്രതികൂലമായിക്കൊള്ളട്ടെ, ആ പ്രതികൂലത്തിന്മേൽ യേശുവിന് വഴി തുറക്കുവാൻ സാധിക്കും. ആ വിഷയത്തെ മാറ്റി ഒരത്ഭുതം ചെയ്യുവാൻ യേശുവിന് സാധിക്കും. ഇന്ന് വചനം കേട്ട ദൈവമക്കളെ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വഴി തുറക്കേണ്ടിയവരുടെ ജീവിതത്തിൽ വഴി തുറക്കട്ടെ. അത്ഭുതം സംഭവിക്കട്ടെ. ഇപ്പോൾ മുക്കിക്കളയും, തീർത്ത് കളയും, തീരും, ആയുസ് തീരും എന്ന് പറഞ്ഞിരിക്കുന്നവരുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കട്ടെ. അവർ ധൈര്യത്തോടെ നിൽക്കുവാനുള്ള വഴി അവരുടെ ജീവിതത്തിൽ തുറക്കട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തെ ബ്ലസ് ചെയ്യുന്നു. സ്വർഗം പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി. യേശു കർത്താവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തു നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ, ആമേൻ.